വലിയ ദാനശീലനാണെന്ന് അറിയാമായിരുന്ന വിഷ്ണു ഒരു ദരിദ്ര ബ്രാഹ്മണ ബാലകനായ വാമനന്റെ വേഷത്തിൽ മഹാബലി അശ്വമേധ യാഗം നടത്തുന്ന യാഗശാലയിൽ എത്തുകയും ചക്രവർത്തിയെ മുഖം കാണിക്കാൻ അനുവാദം ചോദിക്കുകയും ചെയ്തു. മഹാരാജാവ് ആ ബാലകനെ സ്വീകരിച്ച് ആദരിക്കുകയും ആഗമന ഉദ്ദേശം ആരായുകയും ചെയ്തു. അല്ലയോ ബ്രാഹ്മണ ബാലക, അങ്ങയുടെ ഈ വരവ് എന്തിനെന്ന് അറിയിച്ചാലും. അങ്ങ് മഹാദാനശീലനല്ലേ? അടിയിൽ തപസ് ചെയ്യാൻ 3 അടി മണ്ണ് മാത്രം തന്നാൽ മതി. വെറും 3 അടി മണ്ണോ? മതി രാജൻ, നാം ഈ കാൽപാദങ്ങൾ കൊണ്ട് അളന്നെടുത്തുകൊള്ളാം. അങ്ങയുടെ ഇച്ഛ പോലെ ബാലക. മഹാബലി ഇത് പറഞ്ഞ നിമിഷം ബ്രാഹ്മണ ബാലന്റെ വേഷം കൊണ്ട് വിഷ്ണു ഭഗവാൻ ഒരു കാലടി കൊണ്ട് ഭൂമിയും മറ്റേ കാലടി കൊണ്ട് ആകാശവും മടങ്ങി. 3ാമത്തെ കാലടി വയ്ക്കാൻ സ്ഥലം കാണാതെ അദ്ദേഹം ചക്രവർത്തിയോട് ഇപ്രകാരം ആരാധന: രാജൻ, 3ാമത്തെ കാലടി ഞാൻ എവിടെ വെക്കുമെന്ന് പറഞ്ഞാലും. ഭഗവാനെ, അങ്ങാരാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എന്റെ വാക്ക് പാലിക്കുന്നു. 3ാമത്തെ കാലടിക്കായി ഞാൻ എന്റെ ശിരസ് നമിക്കുന്നു. രാജൻ, ഞാൻ നിന്നിൽ സംപ്രീതനായിരിക്കുന്നു. നിനക്ക് ഇഷ്ടമുള്ള വരം ചോദിച്ചാലും. പ്രഭു, വർഷത്തിലൊരിക്കൽ പ്രജകളെ വന്ന് കാണാൻ മാത്രം അനുവദിച്ചാൽ മതി. മറ്റൊന്നും നമുക്ക് വേണ്ട. തഥാസ്തു. അന്നു തുടങ്ങി എല്ലാ വർഷവും ആദ്യ മാസമായ ചിങ്ങത്തിൽ സ്വന്തം പ്രജകളെ സന്ദർശിക്കുവാനുള്ള വരം നൽകിക്കൊണ്ട് വിഷ്ണു ഭഗവാൻ തന്റെ പാദം മഹാബലിയുടെ ശിരസിൽ വെച്ച് അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി.